റേഷൻ ടോക്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എല്ലാവരും എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ പുറകെ പോകുമ്പോൾ അത് ഞാൻ പോലും ഒരുപാട് വീഡിയോകൾ ചെയ്ത സമയത്ത് തിയേറ്ററിൽ ഒരു വലിയ വിജയമായി തീരുമെന്ന് സിനിമാ പ്രവർത്തകരുടെ ഇടയിൽ അല്ലെങ്കിൽ സിനിമാ നിർമ്മാതാക്കളുടെയും നമുക്കറിയാം സംവിധായകരുടെയും മറ്റ് ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഇടയിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയാണ് ബസുക്ക എന്ന് പറഞ്ഞ ചിത്രത്തിനെ കുറിച്ച് നടക്കുന്നത്. കാര്യം അതിൻ്റെ ഒരു കഥ തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേക്കിംഗ് തന്നെയാണ്. ഇപ്പോൾ ഡിനോ ഡെന്നീസ് എന്ന് പറയുന്ന ഒരു പുതുമുഖ സംവിധായകൻ ബസുക്ക എന്ന് പറയുന്ന ഒരു ചിത്രത്തിലേക്ക് വരുമ്പം, അല്ലെങ്കിൽ ബസുക്ക എന്ന് പറയുന്ന ആ ചിത്രത്തിലേക്ക് മമ്മൂക്ക വരുമ്പോൾ തന്നെ നമുക്കറിയാം സിനിമയ്ക്കകത്ത് എന്തോ ഒരു പ്രത്യേകതയാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാര്യം സിനിമാ മേഖലകളിൽ ഒന്നാകെ വളരെ വലിയൊരു പ്രതീക്ഷയാണ്. പിന്നെ വലിയ രീതിയിലുള്ള ഒരു പബ്ലിസിറ്റിയും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രൊമോഷനും അതിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത എന്താണെന്ന് വെച്ചാൽ, സാധാരണ മമ്മൂക്കയുടെ ഇപ്പം ഡൊമിനിക് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് മാത്രമാണ് അതായത് ഒരു പ്രൊമോഷൻ കുറവായിട്ട് തിയേറ്ററിൽ വന്ന് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വലിയൊരു വിജയത്തിലേക്ക് പോകാൻ സാധിക്കാതിരുന്നത്. പക്ഷേ മുൻകാലങ്ങളിലുള്ള മമ്മൂക്കയുടെ ഒട്ടുമിക്ക ചിത്രങ്ങളും അത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലേക്ക് ഒരു വിജയത്തിലോട്ട് വന്നതുകൊണ്ട് ബസുക്ക എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ മമ്മൂട്ടി കമ്പനിയല്ല നിർമ്മിക്കുന്നതെങ്കിൽ പോലും ആ തിയേറ്ററിൽ എത്തിയതിന് ശേഷം അത് വലിയ രീതിയിലേക്കുള്ള ഒരു വിജയത്തിലേക്ക് പോകുമെന്ന് എല്ലാവർക്കും അറിയാം. ഏതാണ്ട് അതിൻ്റെ ഒരു ബഡ്ജറ്റായിട്ട് എൻ്റെ മുതൽ മുടക്കായിട്ട് അറിയാൻ സാധിക്കുന്ന 25 കോടി രൂപയാണ്. അതായത് ഞാൻ ഇപ്പോഴും എടുത്തു പറയുകയാണ്, ഞാൻ മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, 25 കോടി രൂപയാണ് അതിൻ്റെ ഒരു ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. മമ്മൂക്കയുടെ പ്രതിഫലം ഉൾപ്പെടെയുള്ളത്. കാര്യം മമ്മൂട്ടി കമ്പനിയുടെ സിനിമയല്ല, അതുകൊണ്ട് മമ്മൂക്ക ഈ സിനിമയ്ക്കകത്ത് പ്രതിഫലവും വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ കൂട്ടി വരുമ്പോഴത്തേക്കാണ് 25 കോടി എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഒരു പുതുമുഖ സംവിധായകനാണെങ്കിൽ പോലും ഡിനോ ഡെന്നീസിന്റെ മേക്കിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് മലയാള സിനിമയിൽ ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗെയിം ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് ബസുക്ക എന്ന് പറയുന്നത്. കാര്യം ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട്, കാര്യം ഇപ്പം ആ സിനിമയുടെ ഒരു പൊതുവെയുള്ള ഒരു കഥയെക്കുറിച്ച് എനിക്കത് മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ എനിക്കറിയാൻ സാധിക്കുന്നത്, ഇപ്പം നമുക്ക് ഒരു കാരണവശാലും അത് പുറത്തു വിടാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ യാതൊരുവിധ സൂചനകളും അവർ പുറത്തു വിടാത്ത രീതിയിലാണ് അതിൻ്റെ ടീസറും കാര്യങ്ങളും ഒക്കെ അവർ പുറത്ത് വിട്ടിരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആ കഥയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഇവൻ ഞാൻ തന്നെ ഇതിനകത്തുനിന്ന് പറയുകയാണെങ്കിൽ, അവരത്രയും സൂക്ഷിച്ചും വളരെ ശ്രദ്ധിച്ചും മുന്നോട്ട് പോകുന്ന ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല, അത് തീർത്തും തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കഥയെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങൾ ഇപ്പം നിങ്ങളുമായിട്ട് പങ്കിടാൻ പറ്റാതിരിക്കുന്നത്. കാര്യം അത്രയും അതിമനോഹരമായിട്ടാണ് ബസുക്ക എന്ന് പറയുന്ന ഒരു സിനിമ ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഏപ്രിൽ 10 സാധാരണ നമുക്കറിയാം ഇപ്പം മലയാളത്തിലുള്ള ചില ചെറിയ താരങ്ങളുടെ ചിത്രങ്ങളും അതുപോലെ തമിഴ് ചിത്രങ്ങളുടെ ഒക്കെ റിലീസുള്ള സമയമാണ്. പക്ഷേ ബസുക്ക ഒരു ഏപ്രിൽ 10 മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒട്ടുമിക്ക തിയേറ്ററുകളിലും അവർ ചാർട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ മമ്മൂക്കയുടെ ഒരു സിനിമകൾ ഇറങ്ങുമ്പം അല്ലെങ്കിൽ മമ്മൂക്കയുടെ സിനിമയുടെ ബഡ്ജറ്റിന് ഒക്കുന്ന രീതിയിൽ അവർ ചാർട്ട് ചെയ്യുന്ന രീതി തന്നെ ബസുക്കയുടേതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബസുക്കയെ കുറിച്ച് നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു മാർച്ച് 27 തിയേറ്ററിൽ എത്തുമ്പം അതിന് എത്ര വലിയ പ്രകടനങ്ങൾ ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചാലും ഏപ്രിൽ 10 ആകുമ്പോഴത്തേക്ക് ഈ റിലീസ് ചെയ്ത സ്ക്രീനുകളിലൊന്നും ഉണ്ടാവത്തില്ല. സ്വാഭാവികമായിട്ട് അതിൻ്റെ സ്ക്രീനിൻ്റെ എണ്ണം കുറഞ്ഞു വരും എന്ന് പറഞ്ഞുകൊണ്ട് എമ്പുരാൻ പൂർണ്ണമായിട്ട് തിയേറ്ററിൽ നിർത്തി കളയുമെന്നോ അല്ലെങ്കിൽ പരാജയപ്പെടുമെന്നോ അല്ല ഞാൻ പറയുന്നത്. സ്ക്രീൻ കുറഞ്ഞു വരും. ആ സ്ക്രീൻ കുറഞ്ഞു വരുമ്പം ശരിക്കും പറഞ്ഞാൽ മാർച്ച് 27 ഏപ്രിൽ 10 എത്തുമ്പം ഏപ്രിൽ 10 സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ഒരു സ്ക്രീനുകളാണ് ബസുക്കയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. കാര്യം അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പം നസ്രീൻ്റെ ഒരു സിനിമ, അങ്ങനെ കുറേ ആൾക്കാരുടെ സിനിമകൾ വരുമ്പം പോലും ബസുക്കയ്ക്ക് വേണ്ടുന്ന രീതിയിലുള്ള പ്രാധാന്യമാണ് തിയേറ്റർ ഓണേഴ്സ് അല്ലെങ്കിൽ എക്സിബിറ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബസുക്ക എന്ന് പറയുന്ന സിനിമ ഒരു വലിയ വിജയമായി തീരട്ടെ. അതായത് മമ്മൂക്കയുടെ കഴിഞ്ഞ സിനിമകളെ പോലെ തന്നെ ഒരു വലിയ വിജയത്തിലേക്ക് ബസുക്ക വരട്ടെ. അപ്പം ശരിക്കും പറഞ്ഞാൽ എമ്പുരാന്റെ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് നമുക്ക് അവിടെ മാറ്റി വെക്കാം. കാര്യം അതിന്റെ പുതിയൊരു പ്രൊഡ്യൂസറൂടെ ജോയിൻ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് തൽക്കാലം ഇത് മാറ്റി വെക്കാം. ബസുക്കയാണ്, അതായത് ബസുക്കയായിട്ട് ഇനി മുന്നോട്ട് പോകാം. കാര്യം ബസുക്ക ഒരു വലിയ വിജയമായി തീരട്ടെ. ബസുക്ക എമ്പുരാനും വലിയ രീതിയിലുള്ള വിജയമായി തീരട്ടെ നമുക്ക് ആഗ്രഹിക്കാം. താങ്ക് യു.